ഹലോ എവ്രി വൺ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് എൻ്റെ ദിവസത്തിൽ ഒരു സൺഡേ ആണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് കാണിക്കാൻ പോണത്. എല്ലാവരും വീഡിയോ ഫുള്ള് കാണണേ. ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടോ, അതെനിക്ക് എടുക്കാൻ തോന്നിയില്ല, മറന്നുപോയി. പിന്നെ ഞായറാഴ്ച കേട്ടോ ഇവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ. അപ്പോൾ ക്ലീനിങ്ങിനൊക്കെ വേണ്ടിയിട്ട് ഇവിടേക്ക് ഇങ്ങനെ ആക്കിയിട്ടേക്കാണ്. കൈ അയാൻ കറകുമ്പോ വേണോ ഡാൻസ് കളിച്ചെന്ന്? ഡാൻസ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് കിണർ വെള്ളം കേട്ടോ. കുടിക്കാനും എല്ലാ കാര്യങ്ങൾക്കും കിണറ്റിലെ വെള്ളം ആണ് യൂസ് ചെയ്യുന്നത്. ഇതൊക്കെ നമ്മുടെ ഇവിടെ കാറ് കിടക്കണോണ്ട് എപ്പോഴും ക്ലീൻ ചെയ്യാൻ പറ്റൂല, ആ ടൈലിൻ്റെ സൈഡ് മാത്രം. അപ്പോൾ ഞാൻ അവിടെ ക്ലീൻ ചെയ്യാൻ കരുതി. അവിടെ ഇങ്ങനെ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ പിന്നെ പോയില്ലല്ലോ, അതുകൊണ്ട് ഇങ്ങനെ മണ്ണ് ഒക്കെ ഇങ്ങനെ ചൂലൊക്കെ കൊണ്ട് അടിച്ച് കളഞ്ഞ് അവിടെ കുറച്ച് നേരമൊക്കെ ഈ കാറ് കഴുകണേ നോക്കി അവിടെ ഇങ്ങനെ നിന്ന്. അയാനാണ് കാറ് കഴുകണ? ഡാ അയാന് പിന്നെ ഞാൻ പിന്നെയും വീണ്ടും അകത്തോട്ട് കയറി ഇവിടുത്തെ ക്ലീനിങ് ഒക്കെ, അകത്തെ ക്ലീനിങ് ഒക്കെ പിന്നെയും സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ മുച്ചനെടുത്ത് തൈരൊക്കെ വാങ്ങാനായിട്ട് കടയിലോട്ട് പോകാൻ പറഞ്ഞു. ഞാൻ കടയിലോട്ട് ഉമ്മച്ചി ചാള പൊതിച്ചോറുണ്ടാക്കാനായിട്ട് ചാള ഇത് നന്നാക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ക്യാരറ്റ് തോരൻ വെക്കാനായിട്ട് റെഡി ആയിക്കൊണ്ടിരിക്കുന്നുണ്ട്. അത് ഇത്താത്തയുണ്ട് ഉണ്ടാക്കണം. കുറച്ച് താങ്കൾ എന്തൊക്കെയാണ് പൊതിച്ചോറിനാക്കാൻ ഉദ്ദേശിച്ചേക്കണം? പിന്നെ കപ്പങ്ങിട്ട മോരുകറിയും, പിന്നെ ക്യാരറ്റ്, ചെമ്മീൻ ചമ്മന്തി, പിന്നെ മീൻ പൊരിച്ചത്, ഇത്രയും ഐറ്റംസ്. മുട്ട പൊരിച്ചതെന്ന് മുച്ചി പുറകിന്ന് പറഞ്ഞിരുന്നുണ്ട്. അത്ര ഐറ്റംസാണ് പൊതിച്ചോറിനുണ്ടാക്കണല്ലേ. ചോറ്, അച്ചാറ്. അപ്പോൾ പറഞ്ഞല്ലോ, ഉച്ചയ്ക്ക് പൊതിച്ചോറാണ് നമ്മൾ സെറ്റാക്കാൻ എഴുതിയേക്കണത്. അപ്പോൾ അടുത്തുള്ള നമ്മുടെ വീട്ടിൽ വാഴയില്ല, അപ്പോൾ വാഴയില പറിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തെ വീട്ടിലോട്ട് പോയേക്കണേണ്. അവിടെ നിന്ന് കുറേ വാഴയിലൊക്കെ നമ്മൾ പറിച്ചു. അയാമാർക്കിന് വേണ്ടേ ചെറുത് ഒരു കുഞ്ഞിതേ കുഞ്ഞിക്കൊമ്പ് എടുത്തു അയാന്. അത് ഇനി ഇതൊക്കെ നല്ല വൃത്തിക്ക് കഴുകി നന്നായിട്ട് വാട്ടിയിട്ട് വേണം നമുക്ക് പൊതിയാനായിട്ട്. നമ്മൾ ഫ്രണ്ടിലത്തെ വീട്ടിലത്തെ തന്നെ കേട്ടോ. അപ്പം നമ്മൾ പൊതിച്ചോറിന് വേണ്ടി ഇവിടെ എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. ഇലകൾ വെച്ചിട്ടുണ്ട്. ഇത് കുഞ്ഞിത് അയാൻ്റെ ഇല, ചോറ്, മീൻ പൊരിച്ചത്, മോര് കാച്ചിയത്, 2 ടൈപ്പ് ചമ്മന്തി ഇട്ടിട്ട്. ഇത് എരിവില്ലാത്ത ചമ്മന്തി. പുള്ളക്കും ഉമ്മച്ചിക്കൊക്കെ എരിവ് അധികം വേണ്ട. ഇത് എരിവുള്ള ഒരു സ്പെഷ്യൽ ചമ്മന്തി. പിന്നെ ഇത് നമ്മുടെ ക്യാരറ്റ് തോരൻ വെച്ച്. അപ്പോൾ തുടങ്ങിക്കോ. ഇത്താതാണ് ഇപ്പോഴും കാണിച്ചിട്ടില്ല. നമ്മൾ പുറത്താദ്യം എന്നെ ഇടുന്നത്. അത് ഇത്രയും ഇച്ചിരി മതിയായി. മതി. നമുക്ക് 2 ഗസ്റ്റും കൂടി ഉണ്ട്, അപ്പൊ അതുകൊണ്ട് അതുകൂടെ അവർക്കും കൂടി കരുതണം. മതി ചോറ്. ഈ വെള്ളം ഇവിടെ ചെറുതായിട്ട് കഴുകിയപ്പോഴേക്ക് കീറിപ്പോയി. നമ്മൾ വേറൊരു കുഞ്ഞിൽ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത്.
ഫസ്റ്റ് ഫിഷ് ഫ്രൈ വെക്കുന്നുണ്ട്. ഞാനൊരു 2 മതിയായിരുന്നു. ഇനി വീഡിയോ എടുക്കില്ല നമ്മൾ എല്ലാം നോക്കാം. ഷോർട്സ് സമയം കാണിച്ചു തരാം. നമ്മൾ 11:15 ഇതാക്കുന്നത്. ഒരു 1 മണി 1:30 നമ്മൾ കഴിക്കുമായിരിക്കും. ഞാൻ എരിവില്ലാത്ത സ്പെഷ്യൽ ചമ്മന്തി. പിന്നെ പ്രസ് ചെയ്ത് വെച്ചുകൊണ്ട് ഇനി തോരൻ. അതിനോട് ഇച്ചിരി മതി. അതിന് എരിവുള്ളതുകൊണ്ട് അധികം ഇല്ല അല്ലേ? ഇത് നമ്മുടെ ലാസ്റ്റ് ഫൈനലായിട്ടുള്ള ഇത് പപ്പായ എടുത്താ. പപ്പായ അയാൻ മുകളിൽ. ഓക്കെ, അയാൻ്റെ പൊതി റെഡി ആയിട്ടുണ്ട്. അയാൻ നല്ല ഉറക്കമുണ്ട്. അങ്ങനെ കാണിച്ചത് അയാൻ പെട്ടെന്ന് ഇറങ്ങിപ്പോയി. ആള് പെട്ടെന്ന് ഇറങ്ങിക്കളയും. നല്ല ഉറക്കമാണ്. ഇനിയുണ്ട് കേട്ടോ, ഒരു 3 പൊതിയോടെ ഉണ്ട്. ഇപ്പോൾ 4 നമ്മുടെ ടേബിളിൽ തികയുള്ളതുകൊണ്ട് നമ്മൾ ചെയ്തത്. തുറന്നത് അത് ഓരോരുത്തരുടെയും മാറി പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് പേര് എഴുതി വെക്കണേ. എൻ്റെ തൊട്ട് മാറിപ്പോകില്ല. കുഞ്ഞിതാണ്. ചിന്നപ്പുറം നിന്ന് എല്ലാവരും പൊതിയണം. അങ്ങനെ ഒരു 1:30 ആയപ്പോൾ നമ്മൾ പൊതിച്ചോറ് തുറന്നു. എല്ലാവരും ഫ്രഷൊക്കെ ആയി വന്ന് പൊതിച്ചോറ് കഴിക്കാൻ തുടങ്ങി. നല്ല സൂപ്പർ ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഒരു 2 മണിക്കൂറോളം എന്തായാലും ഇരുന്നിട്ടുണ്ട് ചോറ്. അപ്പോൾ ആ ചമ്മന്തി മോര് കാച്ചിയതിൻ്റെയൊക്കെ കൂടി നല്ല ടേസ്റ്റ് ആയിട്ടുണ്ട്. എല്ലാവരും ആയിട്ട് ചോറ് ഫുള്ള് വയറ് നിറച്ച് കഴിച്ചു. അയാൻ്റെ കുഞ്ഞിപ്പൊതി അയാൻ തുറക്കണേ കേട്ടോ. അയാൻ നല്ല ഉറക്കമായിരുന്നു. ഞങ്ങൾ അതിന് മുമ്പ് ചോറുന്ന്. അയാൻ്റെ അല്ല അങ്ങനെ എടുക്കല്ലേ മീ തുറന്നാരാ ആയിന്ന് പറഞ്ഞേ എന്നിട്ടാണ് തരൂല, ഞാൻ തരൂല. ഇല്ല, അമ്മായിക്ക് എടുക്കണ്ടേ. അപ്പോൾ നമ്മൾ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ചെറിയൊരു ഉറക്കമൊക്കെ ഉറങ്ങിയിട്ട് നമ്മൾ പയ്യെ പുറത്തോട്ട് ഇറങ്ങിയൊക്കെയാണ്. ലുലുവിൽ പോകാമെന്നാണ് കേട്ടോ പറയുന്നത്. ലുലുവിലോട്ടാണ് നമ്മൾ പോണത്. ഇനി അവിടെ ചെന്നിട്ട് അവിടുത്തെ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരാം.
അപ്പോൾ നമ്മൾ പറഞ്ഞത് ഇവിടെ ലുലു വരെ എത്തിയിട്ടുണ്ട്. നമ്മൾ ലുലുലോട്ട് പോകുന്നത്. ഫുഡ് പൊതിച്ചോറൊക്കെ എല്ലാവരും കണ്ടല്ലോ. പൊതിച്ചോറൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ട് എല്ലാവരും കുറച്ച് നേരം ഒന്ന് കിടന്നുറങ്ങി. പിന്നെ ലുലുലോട്ട് ഞായറാഴ്ച ആയതുകൊണ്ട് നമുക്ക് ഭയങ്കര ബ്ലോക്കായിരിക്കും. എടപ്പള്ളി വഴി വരുമ്പോൾ കയറാൻ പറ്റൂല. അതുകൊണ്ട് നേരത്തെ ഇങ്ങോട്ട് പോകുന്നു. എവിടെ സൺഡേ ആയിട്ട് എന്തോ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. എന്തായാലും വീട്ടിൽ കുറച്ച് സാധനങ്ങളൊക്കെ തീർന്നിരിക്കാമെന്ന് ഉമ്മച്ച് പറയണ്ടായി. അപ്പോൾ അതും വാങ്ങിക്കാം ഒക്കെ കരുതി ഇറങ്ങിയതാണ്. നമ്മളിത് ഇവിടെ എൻട്രൻസ് എത്തിയിട്ടുണ്ട്. അതിൽ കയറിയിട്ട് നമ്മൾ ഈ എൻട്രൻസിൽ ആദ്യമായിട്ടാണ്. ഇവിടെ വെച്ച എന്നിട്ടാ ഞാൻ ഫോട്ടോ എടുക്കാൻ എന്നിട്ടാണ് ഞാന് നമ്മൾ ആദ്യം ഹൈപ്പറിലോട്ട് തന്നെ പോയത്. പിന്നെ എപ്പോഴത്തെ പോലെ തന്നെ അതേ നല്ല തിരക്കുണ്ട്. പിന്നെ എനിക്ക് തോന്നണ എപ്പോഴും ഉണ്ടാവണ സൺഡേസിലുണ്ടാവണ അത്ര തിരക്ക് ഇന്ന് കണ്ടില്ല. ഇത്രയും തിരക്കുണ്ടായാലും സാധാരണ ഇതിനേലും കൂടുതൽ നല്ല തിരക്കുണ്ടാവണതാണ്. നമ്മൾ അകത്തോട്ട് കയറി. കിട്ടിയോ? അതിനെന്തുട്ടാ വേണ്ടത്? അയാനെ എന്ത് വേണോ? അയാനെ എടുത്തോ? അയാൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി. അവൻ ഇരുന്നിട്ട് പറ്റണ്ടായിരുന്നില്ല കുറേ നേരം. ഇനിയിപ്പോൾ അവൻ തള്ളൽ തുടങ്ങിയിട്ടുണ്ട്. അയാൻ വണ്ടി ഓടിക്കണോ? അയാനേ ആ ഗൈസ് നമ്മൾ ലുലുന്ന് ഇറങ്ങി 4:30 ആയിട്ടുണ്ട് സമയം. നമ്മളിവിടുന്ന് എയർപോർട്ടിലോട്ടാണ് പോണത്. അവിടെ
ഇപ്പോൾ വീട്ടിൽ കയറണ്ടെന്ന് വിചാരിച്ചിട്ടാണ് 4:30 ആയിട്ടുള്ളൂ. അവിടെ ഇങ്ങനെ പ്ലെയിൻ ഇങ്ങനെ പോണതും വന്നതൊക്കെ കാണാൻ പറ്റും. അപ്പം ഇവിടെ 4 വീലോട്ട് പോവുകയാണ്. ഞായറാഴ്ചയിൽ ഉള്ളിൽ ഭയങ്കര തിരക്കായിരിക്കും. നമ്മൾ കറക്റ്റ് ടൈമിൽ അവിടെ കയറുകയും ചെയ്ത് ഇറങ്ങുകയും ചെയ്ത്. അപ്പോൾ നമ്മൾ കയറിയപ്പോൾ തന്നെ നല്ല തിരക്കായിരുന്നു. എന്നാലും ശരിക്കും നമ്മള് ലുലു മാത്രം കവർ ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷെ സമയമുണ്ട്, അതുകൊണ്ട് നമ്മള് നേരെ അപ്പുറത്തറ്റത്ത് നിന്ന് ഇപ്പുറത്തറ്റത്തേക്ക് ഞങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ്. ആലുവ പാലം എത്തി നമ്മള് ഇല്ലേ. ഇതാണ് നമ്മുടെ പെരിയാർ മാർത്താണ്ഡവർമ്മ പാലം. നമ്മൾ എയർപോർട്ട് എത്തിയിട്ടുണ്ട്. ഇവിടെ നല്ല ചായക്കടകളുണ്ട്. ഇപ്പോൾ 5 മണിയായി. ചായ കുടിക്കാൻ വിചാരിച്ച് പയ്യ സൈഡ് നിൽക്കുന്നുണ്ട്. ഇവിടെ നമ്മളെ കുറേ കടികളുണ്ടാവും. എപ്പോൾ വന്നാലും രാത്രി വന്നാലും എയർപോർട്ട് ആയതുകൊണ്ടാണ്. പിന്നെ ഇവിടുത്തെ സൂപ്പർ ബൂസ്റ്റാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബൂസ്റ്റ്. ചായ കുടിച്ചിട്ട് പോകാൻ. ബൂസ്റ്റ് ബൂസ്റ്റ് ഇതാണോ ബൂസ്റ്റ്? ഈ ഒരു ബൂസ്റ്റ് വാങ്ങിച്ചു കൊടുക്ക പിള്ളേർക്ക്. ഇതെന്തായാലും വാങ്ങി ചൂടാറ്റി കൊടുക്കാം. ഹോർലിക്സ് ചൂടില്ല, ഒരു ഗ്ലാസ് മാത്രം ഇങ്ങനെ ഒരു കട്ട്ലറ്റ് ഇത് എയർപോർട്ടിൻ്റെ സൈഡാണ്. ഇവിടെ നിന്നാലും ഇവിടെ കുറേ പേര് വന്ന് നിൽക്കും. ഇവിടെ നിന്നാലും നമുക്ക് ഫ്ലൈറ്റ് ഇങ്ങനെ വന്നത് കാണാം. പക്ഷേ ഇച്ചിരി കൂടെ രസമായിട്ട് നമുക്ക് ഇതിൻ്റെ ബാക്ക് സൈഡ് ഉള്ളിലോട്ട് പോയിട്ട് ഇതിൻ്റെ കറക്റ്റ് ബാക്ക് സൈഡിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ എയർപോർട്ടിൻ്റെ ബാക്കിലാണുള്ളത്. ഈ സ്ഥലം എയർപോർട്ടിൻ്റെ ബാക്കാണെന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കില്ല സത്യത്തിൽ. പക്ഷെ അവിടെ എയർപോർട്ടുണ്ട്. ഒരു ചെറിയൊരു ഗ്രാമം പോലെ ഇല്ലേ? ഇല്ല വൈ കണ്ടോ? നല്ല പ്രകൃതി രമണീയമായ അതേ ആളുകളും എല്ലാം ഉണ്ട്. എയർപോർട്ടിന് ഇതിന്റെ പ്രകൃതി കുറേ പേരുണ്ട് കേട്ടോ. ഈ അറ്റം മുതൽ ആ അറ്റം വരെ ഇങ്ങനെ വണ്ടികൾ സൈഡിൽ പാർക്ക് ചെയ്തേക്കുന്നത്. ഇവരെല്ലാവരും ഈ ഫ്ലൈറ്റ് ഇങ്ങനെ ടേക്ക് ഓഫും ലാൻഡിങ്ങും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് ഇവിടെ വന്നേക്കണവരാണ്. നമ്മൾ ഒരു 3 ഫ്ലൈറ്റ് നമ്മൾ കണ്ടായിരുന്നു. നല്ല രസമുണ്ടായിരുന്നു. ടേക്ക് ഓഫും കണ്ടു, 2 ലാൻഡിങ്ങും കണ്ടായിരുന്നു.
ഒന്ന് കേറിക്കും അതുമ്മ. ഇറങ്ങിയത് കുറേ ആൾക്കാരുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ നിന്ന് പയ്യെ തിരിച്ച് പോരുകയാണ്. കുറേ കാറുകളുണ്ടായിരുന്നു അവിടെ, വണ്ടികളും കാറുകളും എല്ലാം ആൾക്കാരും ഒക്കെ ഉണ്ടായിരുന്നു. രാത്രി എപ്പോൾ വന്നു കഴിഞ്ഞാലും ഇവിടെ ഇങ്ങനെ ഫ്ലൈറ്റ് കാണാൻ പറ്റും. നമ്മളത് അപ്പുറത്തെ അവിടെ ലീറ്റാണ് നമ്മ നിന്നേരുന്ന അപ്പുറത്ത് ഇതിന്റെ മോളിൽ കൂടെ പോകും. അയ്യേ ശരിയില്ല. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റൊക്കെ കണ്ടു കഴിഞ്ഞിട്ട് ഇതാ അവിടെ തന്നെ എയർപോർട്ടിൽ തന്നെയുള്ള മലബാർ എന്നുള്ള റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ കയറിയേക്കണതാണ്. 8 മണിയൊക്കെ ആയി എന്തായാലും. അപ്പോൾ ഫുഡ് ഇവിടെ കഴിച്ചിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകും എന്തായാലും. ഞാൻ ബീഫ് ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തത്. അവിടുത്തെ സൂപ്പർ ബിരിയാണിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. നല്ല ക്വാളിറ്റിയും നല്ല ക്വാണ്ടിറ്റിയും ഉണ്ടാവും അവിടുത്തെ ഫുഡിന്. അപ്പോൾ അതൊക്കെ കഴിച്ചു, അയാനും കൊടുത്തു. നമ്മളിതൊക്കെ കഴിഞ്ഞ് ഇനിയൊന്നുമില്ല, സമയം 8 മണിയായിട്ടുണ്ട്. പയ്യെ വീട്ടിലോട്ട് പോകണേണ്. അപ്പോൾ എൻ്റെ ഒരു സൺഡേ ഇൻ മൈ ലൈഫ് ഇത്രയൊക്കെ ഉള്ളൂ. ഇതൊക്കെ തന്നെ, എല്ലാ സൺഡേസും ഇതുപോലെ ഒന്നും അല്ലായിരിക്കും, വ്യത്യാസങ്ങളൊക്കെ ഉണ്ട്. എല്ലാവരും എൻ്റെ ചാനൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം.